കുട്ടികളിലെ ആത്മവിശ്വാസം. എങ്ങനെയാണ് കുട്ടികളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക? പലപ്പോഴും പല ആളുകളും എത്ര പ്രായമായാലും ചില ആളുകളെ ഞാൻ കാണാറുണ്ട്. അവർക്ക് ഒരുപാട് പ്രായമുണ്ട്, ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ജീവിതത്തിൽ. പക്ഷേ അവർക്കൊരു കാര്യം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. എന്തെങ്കിലും ഒന്ന് എടുത്തു പുറപ്പെടാൻ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കാനുള്ള കോൺഫിഡൻസ് അവർക്കില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ചില ആളുകളെ മാതാപിതാക്കളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ചെറിയൊരു കുട്ടിയായിരിക്കെ ആ കുട്ടിയൊന്ന് കട്ടിലിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്, മേശയുടെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ കണ്ട ഉടനെ തന്നെ ഭയങ്കരമായി ഷൗട്ട് ചെയ്യും മാതാവ് അല്ലെങ്കിൽ പിതാവ്. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, കുട്ടികൾക്ക് ഭയങ്കര എനർജി ആയിരിക്കും. ചില കുട്ടികൾക്ക് അവർക്ക് എത്ര സമയം കളിച്ചാലും അവർക്ക് മടുപ്പ് വരില്ല. നമ്മൾ അവരെ കൂടെ കളിച്ചാൽ നമ്മൾ മടങ്ങി വരേണ്ടി വരും. അവർ എനർജിക്കായിട്ടുള്ള കുട്ടികൾ, അവരുടെ സംസാരത്തിലും അവരുടെ പ്രവൃത്തിയിലും എനർജി നമ്മൾ തകർത്ത് തരിപ്പണമാക്കി കളയും. ആ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ചില മാതാപിതാക്കൾ അവരോട് അറിയാം. കുരുത്തം കേട്, മോശമായ പദങ്ങൾ പ്രയോഗിക്കുക. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയുള്ള പദങ്ങൾ കുട്ടികൾക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ, മണ്ട, പൊട്ട, അല്ലെങ്കിൽ മന്ദബുദ്ധി, അങ്ങനെ ചെയ്യല്ല, ഇങ്ങനെ ചെയ്യല്ല എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയുള്ള പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ തന്നെ അവരിലത് ഒരു എന്താ പറയുക, എന്താ പറയുക, അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർ തടയും. അതുപോലെ അവർക്കൊരു ഭയങ്കരമായ അവർ മനസ്സിൽ അവരെന്താ അതൊന്ന് ഉണ്ടാക്കുക, ഞാൻ അങ്ങനെയാണ്, ഞാൻ പൊട്ടനാണ്, ഞാൻ മണ്ടനാണ്, ആ രീതിയിലാണ് ചിന്തിക്കുക. നേരെ മറിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ശ്രദ്ധിക്കണം എന്ന് പറയാം, ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുക. പക്ഷേ നമ്മൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുക. വീണോണ്ട ചെറിയ കുട്ടികൾ നമുക്കറിയാം, 1-2 പ്രാവശ്യം വീഴും. എത്രയോ കഷ്ടപ്പെട്ട് അവർ എത്രയോ കഷ്ടപ്പെട്ട് അവർ നടന്നത്, ഒരുപാട് പ്രാവശ്യം വീണിട്ട് അവർ നടന്നത്. പിന്നെ ചെറിയൊരു വീഴ്ചയിൽ അവർ കയറുകയാണെങ്കിൽ, കസാലയിലും മേശയിലും കട്ടിലിൻ്റെ മുകളിലൊക്കെ കയറുകയാണെങ്കിൽ നമ്മൾ അനുവദിച്ചു കൊടുക്കുക, നമ്മൾ ശ്രദ്ധിക്കുക, അത്ര തന്നെ. അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യാൻ, ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ ഉള്ള ആ പരിശീലനത്തിലേക്ക് നമ്മൾ പ്രോത്സാഹനം നൽകുക എന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ ചിലപ്പോൾ ചില കുട്ടികൾ നമ്മൾ കാണാൻ എന്തെങ്കിലും മെഴുതിരിയോ വിളക്കെന്ത് കത്തിച്ച് വെച്ചാൽ, അല്ലെങ്കിൽ അടുപ്പിൽ തീ കത്തിക്കുകയാണെങ്കിൽ അത് വലിക്കാൻ പോകുന്ന കുട്ടികളെ ഭയങ്കരമായി ഷൗട്ട് ചെയ്യാതെ, മറിച്ച് പഠനങ്ങൾ പറയുന്നത് മെല്ലെ കൊണ്ട് ഇങ്ങനെ കാണിച്ച് നമ്മളിങ്ങനെ അവരെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണമെന്നാണ്. പലപ്പോഴും പല മാതാപിതാക്കളും പറയാനുള്ള പരാതി, എൻ്റെ കുട്ടി അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല, നല്ല സ്വഭാവം ഉണ്ടാകുന്നില്ല എന്നൊക്കെ പരാതി വരാറുണ്ട്. അതിൻ്റെ ഒരു ഉത്തരം എന്താണ് ചെയ്യേണ്ടത്? മറിച്ച് സത്യത്തിൽ, അതായത് നിങ്ങൾ നല്ല വായിക്കുകയും മാതാപിതാക്കൾ നല്ല വായിക്കുകയും നല്ല തൻ്റെ കൂട്ടുകാരോടും കുടുംബക്കാരോടും അയൽവക്കക്കാരോടും മാതാപിതാക്കളോടും ഒക്കെ നല്ല വാങ്ങിൽ പെരുമാറുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ കുട്ടികളും നല്ല പഠിക്കുന്നവരും നല്ല രീതിയിൽ പെരുമാറുന്നവരുമായി മാറും. എന്തുകൊണ്ടാണ്? അവരോട് പറയേണ്ട ആവശ്യം പോലുമില്ല. കാരണം 1000 പ്രാവശ്യം പറയുന്നതിനേക്കാൾ 1 പ്രാവശ്യം അത് കണ്ട് കുട്ടി പഠിക്കുന്നതാണ് നല്ലത്. ഐ റിപ്പീറ്റ്, 1000 പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നമ്മളിൽ നിന്നൊരു കാര്യം എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത്. അതവരുടെ മനസ്സിലുണ്ടാകും, അതവരുടെ ജീവിത ശൈലിയിലുണ്ടാകും, അതവരെ ഓരോ പ്രവൃത്തിയിലുണ്ടാകും. അങ്ങനെ നമ്മൾ ശരിക്കും. അതുപോലെ ഇപ്പോൾ ചില മാർക്കുകളൊക്കെ ആയി വന്ന് കുട്ടികൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി, പിന്നെ ഇതിനൊക്കെ ആണല്ലോ പരിപാടിയിൽ തേർഡ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ, അത് ഫസ്റ്റ് എന്താ കിട്ടായി, അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളെന്താ പറയേണ്ടത്? നീ ആ പരിപാടി പങ്കെടുത്ത തന്നെ വലിയ കാര്യമാണ്. പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ 1-2 സ്ഥാനം എടുക്കാം. പിന്നെ ഇനിയും നമുക്കറിയാം, ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ 5 ആളെ കാണും, 4 ആളെ കാണും എന്ന് പറഞ്ഞ് നിർത്തലല്ല, ഒരു ലൈക്ക് ഉണ്ടാവില്ല. ചില ആളുകൾ എന്നെ കളിയാക്കാറുണ്ട്, ഇത്ര കഷ്ടപ്പെട്ട് നീ ഒരുപാട് ടൈമിങ്ങൊക്കെ വീഡിയോ എടുത്തിട്ട് എത്ര ആൾ കാണും? ഒരാളാണ് കാണുന്നെങ്കിൽ പോലും നമ്മളെ ഇതേ കോൺഫിഡൻസോടെ, ഇതേ ഒരു ആർജവത്തോടെ, ചില എൻ്റെ വീഡിയോസ് ഉണ്ട് ഒരാളും കാണാത്ത, എത്രയോ കഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പ്രശ്നമില്ല, നമ്മൾ പറയുന്നതിലൂടെ നമുക്ക് മാറ്റം ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ഗുണം ഉണ്ടാകുന്നുണ്ട് പറയുന്നത്, കേട്ട ഒരാൾക്ക് 2 ആൾ. അതുപോലെ നല്ല നല്ല പ്രോത്സാഹനങ്ങൾ കൊടുത്ത് സംസാരിക്കുക കുട്ടികളോട്. അപ്രിഷ്യേറ്റ് ചെയ്യുക. ചെറിയൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ മിടുക്കി, ഒന്ന് തോൾ തട്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, മാഷാ ഉഷാറൻ. അതുപോലെ ചെറിയ സമ്മാനങ്ങൾ കിട്ടിയതാണെങ്കിലും അതിന് വലിയ പ്രാധാന്യത്തോടെ നമ്മൾ കാണുകയും ഇതാക്കുക ചെയ്യും. ഇപ്പോൾ ചില ആളുകൾ പറയാണ്ട്, എന്തൊരു ക്ലാസ്സാണ് കിട്ടി, ഒരു ജഗ്ഗാണ് കിട്ടി, അല്ലെങ്കിൽ ചെറിയൊരു കിട്ടിയ കുട്ടിക്ക് മെഡൽ, ഒരു മെഡൽ, ഒരു പേപ്പറാണ് കിട്ടിയ, ആ പേപ്പർ എന്തിനാ ഭാവി ഒരു ഉപകാരമില്ല, ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ള 10 പേപ്പറുകൾ അത് കപ്പാട്ടിൽ പ്രത്യേകം എടുത്തു വെക്കുകയും ആ കുട്ടി പരിഗണിക്കുക, കുട്ടി മനസ്സിലാക്കി നല്ല രീതിയിൽ അത് എടുത്തു വെക്കുകയും അത് കപ്പാട്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ
കുട്ടിക്ക് വീണ്ടും വീണ്ടും ഓരോ പരിപാടിയിൽ പങ്കെടുക്കാനും ആ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ വർദ്ധിക്കും കുട്ടിയുടെ ആയിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചെറിയൊരു പ്രായം ഇപ്പോൾ ചില പണ്ടൊക്കെ പറയാറുണ്ട് ഒരു കുപ്പി ക്ലാസ് കിട്ടിയ സമ്മാനം ചാടുന്ന ഇങ്ങനെ കണ്ടു കാണുമ്പോൾ പേടിയാണ്. പക്ഷേ അത് കിട്ടി ചെറിയ സമ്മാനം പോലും കിട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്ന കുട്ടിയെ ആ വീട്ടിൽ നിന്ന് സ്വീകരിക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം കുട്ടി ലെവൽ മാറും. ഈ അടുത്ത കാലത്ത് ഒരു പ്രൊഫസർ പറഞ്ഞൊരു കഥ, ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ അദ്ദേഹം സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു കുട്ടി സെക്കൻഡോ തേർഡോ ആണ് അദ്ദേഹം ആ കുട്ടിക്ക്. അപ്പോൾ ആ പ്രൊഫസർ ഒരു പേന എടുത്ത് ഈ കുട്ടിക്ക് നൽകി. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ കോളേജിൽ ഏറ്റവും ഫസ്റ്റ് നീ ആയിരിക്കും. അങ്ങനെ അദ്ദേഹം പോയി. പിറ്റത്തെ വർഷം വരുമ്പോഴേക്കും ആ കുട്ടി ഒന്നാമത്തെ നമ്പർ 1 ആയിട്ടുണ്ട് പഠനത്തിൽ ആ കോളേജിൽ. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു അദ്ദേഹത്തോട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കുട്ടിക്ക് ഞാൻ 2 മെസ്സേജാണ് നൽകിയത്. ഒന്ന്, നിനക്ക് കഴിവുണ്ടെന്ന മെസ്സേജ്. രണ്ടാമത്, ആത്മവിശ്വാസം എന്ന മെസ്സേജ്. ആ 2ഉം ഞാൻ അവന് കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ചില കുട്ടികളെ ചില അധ്യാപകന്മാർ പറയാറുണ്ട്, ഭയങ്കരമായി വികൃതി കളിക്കുന്ന കുട്ടിയെ പിടിച്ച് ആ ക്ലാസ്സിൻ്റെ ലീഡറാക്കും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നീട് അവൻ ഏറ്റവും വികൃതി ഇവനായിരുന്നു, ഇവന് വികൃതി നിർത്തി, ഇവൻ നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം എന്താ, ഞാനിപ്പോൾ ലീഡറല്ല, ഞാനിപ്പോൾ മോശമായ എങ്ങനെ ബാക്കിയുള്ളവരും കൂടി ഇതാക്കുക, ഞാൻ എല്ലാവരുടെ പേരും നോട്ട് ചെയ്ത് നോക്കേണ്ട ആൾ. അങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം എല്ലാ കുട്ടികളും ഒരേപോലെ കഴിവുള്ളവരല്ല, പല രീതിയിലുള്ള കഴിവുള്ളവരാണ്. അപ്പോൾ ആ കുട്ടിയുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അവർക്കത് മനസ്സിലാക്കിപ്പിക്കാൻ നിൻ്റെ കഴിവ് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കുന്നവരുണ്ട്, വ്യത്യസ്തമായി പല രീതിയിലുള്ള കഴിവുകളുണ്ട്. അവരവരുടെ കഴിവുകൾ മനസ്സിലാക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും പ്രോത്സാഹനം കൊടുക്കുക. ചില നല്ല കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ ഓക്കെ.